ചേടാ നല്ല വെയിലാണല്ലോ. അയ്യോ എനിക്കിത് കാണാൻ പറ്റുന്നില്ല. അയ്യോ എവിടെ? അയ്യോ എന്താ എന്തടാ എന്താ മോളെ? ഓ ആ സ്വാമി വന്നതിന് ശേഷം മോളൊന്ന് ശാന്തമായിട്ടുണ്ട്. പിന്നെ കരഞ്ഞിട്ടേ ഇല്ല അല്ലേ? ദേ എനിക്കുറപ്പാ ആ അമ്മ തന്നെയാ സ്വാമിയെ പറഞ്ഞു വിട്ടത്. മഹി അങ്ങനെ ചോദിച്ചപ്പോ അമ്മമാരാണെന്ന് സ്വാമി പറഞ്ഞല്ലോ. പക്ഷെ മഹി കാണുന്ന അമ്മയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല. ആ ഇനി ആ അമ്മയെ കാണുമ്പോ ചോദിക്കണം ഇങ്ങനൊരു സ്വാമിയെ പറഞ്ഞു വിട്ടോന്ന്. ആ അമ്മയും ആ സമയത്ത് അത് സമ്മതിച്ചു തരില്ല. ഉറക്കത്തിൽ പലതവണയാ ആ അമ്മേന്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ദേ ഈ നീലാംബരി എന്നുള്ള പേര് പോലും എനിക്ക് പറഞ്ഞു തന്നത് ആ അമ്മയാ. അതുമാത്രമല്ല എന്റെയും കണ്ണേട്ടന്റെയും കൂടിച്ചേരലും പിന്നീട് കണ്ണേട്ടനുണ്ടായ പുരോഗതിയും ഇപ്പൊ ഈ കുഞ്ഞിന്റെ ജനനമൊക്കെ നേരത്തെ ആ അമ്മയ്ക്ക് അറിയായിരുന്നു ലേഖേ. കണ്ണേട്ടൻ വേറൊരു കാര്യം പറഞ്ഞ ലേഖ ശ്രദ്ധിച്ചോ? കണ്ണേട്ടൻ അപകടം ഉണ്ടായ ദിവസം ആ അയ്യപ്പ വിഗ്രഹം കൊണ്ട് കൊടുത്തത് ഒരമ്മയാണെന്ന്. ആ സംഭവം നടന്നിട്ട് ഇപ്പൊ 20 വർഷം കഴിഞ്ഞില്ലേ? എന്നിട്ട് ഈ അടുത്ത സമയത്ത് ആ അമ്മയെ കണ്ടപ്പോഴും ആ അമ്മയ്ക്ക് പ്രായവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു, ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്ന്. നിങ്ങൾ രണ്ടാളുടെയും രക്ഷയ്ക്ക് ദൈവം അയച്ചതായിരിക്കും ആ അമ്മയെ. എനിക്കിപ്പോ ഒരു പ്രതീക്ഷയുണ്ട് മഹി. എന്റെ കാര്യത്തിൽ വൈദ്യശാസ്ത്രം തോറ്റതാ, തോമസ് സാറ് പോലും. അവിടെ എന്റെ ആഗ്രഹം നടക്കുമെന്നാ ഇപ്പൊ സ്വാമി പറഞ്ഞത്. ഇനി ആ അമ്മയെ കാണുവാണെങ്കിൽ മഹി ചോദിക്കണം എനിക്കൊരു അമ്മയാവാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ടും ചോദിക്കാം. ആ അമ്മ അതിന് അനുകൂലമായിട്ടൊരു മറുപടി തരികയാണെങ്കിൽ ലേഖ ഉറപ്പിച്ചോ, ഇതുപോലൊരു തങ്കക്കുടത്തിന് ലേഖയും ജന്മം നൽകും. ഓ ആ ശരി, ആ ഞാൻ വിളിച്ചോളാം. എന്താടാ പോയോ വന്നോ? ഒന്നും അറിയത്തില്ല സാറേ, ഇടയ്ക്കൊരു വിളി വന്നു. വെള്ളം കുടിച്ച് ചാവാറായ സ്വാമിയെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെന്ന് പറഞ്ഞു. എടാ പോയ കാര്യം വല്ലതും നടന്നോ? ഞാൻ ആ സ്വാമിയെ കണ്ടില്ലല്ലോ സാറേ, പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ഒന്നും നടന്നു കാണത്തില്ല. അവൻ വെള്ളം കുടിച്ച് ചാവുന്ന തന്നെയായിരുന്നു നല്ലത്. സാറ് വിഷമിക്കണ്ട സാറേ, ഇനി ഞാൻ നേരിട്ട് ഇറങ്ങിക്കോളാം. ഇക്കാര്യത്തില് ഇനി ആരെയും ആശ്രയിക്കുന്നില്ല. പിന്നെ ആ മാർക്കയുടെയൊക്കെ ഒരു നോട്ടമുള്ള വീടാ, അതാ ചെറിയൊരു പേടി. എടാ ഈ പറയുന്ന മാർക്കുണ്ടല്ലോ, ഏത് നിമിഷവും എന്നെ പൊക്കിക്കൊണ്ടുപോയി തല്ലിക്കൊല്ലാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്ന് വെച്ചാ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ ഞാൻ നടക്കുന്നത്. എന്നിട്ട് എനിക്ക് പേടിയില്ലല്ലോടാ. പിന്നെ എന്തിനാടാ നീയൊക്കെ ഗുണ്ട എന്നുള്ള പേരും കൊണ്ട് നടക്കുന്നേ? സാറേ ഞാൻ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സാറിനെ വിളിക്കാം. എന്തായാലും സാറിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഞാൻ നന്ദിയുടെ കാണിക്കൂല. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നേ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. എടാ ഒട്ടുപാലെ, ഓണവുമായിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കരഞ്ഞ് നിലവിളിക്കണോടാ. അത് കണ്ട് എന്റെ മോള് സന്തോഷിക്കണം. അതിനുവേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. ശരി സാറേ, ഈ ഓണം ഞാൻ അവരുടെ കരുതിനാക്കി മാറ്റിത്തരാം. എനിക്ക് നീ പറയുന്നതിനകത്ത് കഴമ്പുണ്ടെന്നൊന്നും തോന്നില്ല. എങ്കിലും ഒരു തവണ കൂടി നിനക്ക് ഞാൻ അവസരം തരിക. ഇത്തവണയെങ്കിലും ചതിക്കരുത്.
കള്ളസ്വാമി കുഞ്ഞിന്റെ മുഖത്ത് ഭസ്മം ഇട്ടിട്ടില്ല, പനിനീരും കുടഞ്ഞിട്ടില്ല. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞിന് അപകടമൊന്നും ഉണ്ടാകാത്ത രീതിയിലായിരിക്കും അത് ചെയ്തത്. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇനി എന്റെ കണ്ണീരൊപ്പാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. അത് പക്ഷേ അച്ഛൻ സമ്മതിക്കണം. ഇല്ല മോളെ, മോക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയെങ്കിലും കേൾപ്പിക്കാതെ ഞാൻ ജയിലിലേക്ക് പോവില്ല. എനിക്കിനി വിശ്വാസം ഇല്ല ആരെയും. എല്ലാരും കണക്കാ. നോക്കിക്കോ അച്ഛൻ, ഈ ഓണമായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഓണം. കഴിഞ്ഞ ഓണം പോലും ഇതിനേക്കാളും മെച്ചമായിരുന്നു. അന്ന് കണ്ണന് കാലിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല, ലക്ഷ്മിക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല. എന്നിട്ട് കൂടി വിഷമിച്ച ആ ഓണം പോലും കഴിഞ്ഞു പോയത്. ഞാൻ ആ ഒട്ടുപോലെ ദിനേശനെ കണ്ടിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. എന്തായാലും എന്റെ പൈസ എനിക്ക് മുതലാക്കിയാലേ പറ്റൂ. എത്ര കാലമായി അച്ഛാ അച്ഛൻ ഇങ്ങനെ പൈസ മുടക്കാൻ തുടങ്ങിയിട്ട്? ഏതെല്ലാം ഗുണ്ടകൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങിയ പൈസക്ക് നന്ദി കാണിച്ചിട്ടുണ്ടോ? എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തതാ. എന്നിട്ട് നഷ്ടപ്പെട്ടതോ എനിക്ക് എന്റെ കുഞ്ഞിനെയാ. അല്ലെങ്കിൽ അവൾക്ക് മുന്നേ എന്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായേനെ. എന്തായാലും ഇനിയും പ്രതീക്ഷയുണ്ടല്ലോ മോളെ. എന്തോന്ന് പ്രതീക്ഷ? കഴിവുകെട്ട ഒരുത്തന്റെ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാ? അമ്മയ്ക്ക് പോയിട്ട് കുഞ്ഞിന് പോലും ചെലവിന് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരുത്തനാ എന്റെ ഭർത്താവ്. അച്ഛൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാ മിക്കവാറും ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി താമസിക്കും. കേസ് നടത്തി കഴിയുമ്പോ അച്ഛന്റെ സമ്പത്ത് പോവുമല്ലോ. പിന്നെ ആകെയുള്ളത് മുത്തശ്ശിയുടെ ആ വീടും പിന്നെ മുത്തശ്ശി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സ്വർണവുമാണ്. അവിടെ അമ്മ അബദ്ധം കാണിച്ചല്ലോ. അതല്ല, ആ ദ്രോഹിക്ക് എഴുതി കൊടുത്തല്ലോ. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മോളെ. ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. പെരുവഴിയായിരിക്കും. ദയവ് ചെയ്ത് ഇനി ഓരോന്ന് പറഞ്ഞ് എനിക്ക് ഓരോ പ്രതീക്ഷകൾ തരല്ലേ. എന്റെ ഭർത്താവും അച്ഛനും എല്ലാം കണക്കാം. നിങ്ങൾക്കാർക്കും എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, കരയിക്കാനല്ലാതെ. മോളെ, നല്ല അവശതയുണ്ടല്ലോ സാറേ. ഓ, നല്ല അവശതയുണ്ടാ. ഇടയ്ക്കിടയ്ക്ക് ഒരു കൊളുത്തിപ്പിടുത്തം വരും പുറകില്. അതെ, ഒരുത്തൻ തല്ലിയതിന്റെ ആ മാർക്കോ. അവനെ കൊണ്ട് ഒരു രക്ഷയില്ല സാറേ. അവന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഞാനിപ്പോ നിന്നെ കാണാൻ വന്നതേ, നിന്റെ അമ്മ ഒരു വീട്ടില് ഒരു കുഞ്ഞിനെ നോക്കാൻ പോയെന്ന് അറിഞ്ഞായിരുന്നു. ആ ഫൈനാൻസിയേഴ്സ് നടത്തുന്ന കണ്ണ സാറ് നല്ല കാശ് കൊടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാ അമ്മ പോയത്. എടാ, ആ കാശ് കൊണ്ട് നിന്റെ പ്രാരാബ്ധങ്ങൾ തീരുവോ? എവിടെ തീരാനാ സാറേ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പൈസയൊക്കെ കുടിശ്ശിക കിടക്കുക. പിന്നെ പലിശക്കാർക്കാണെങ്കിൽ കണ്ടമാനം കൊടുക്കാനും ഉണ്ട്. അതൊക്കെ കൊടുത്തു തീർക്കാടാ. നിന്റെ ബാധ്യതയൊക്കെ ഞാൻ ഒഴിപ്പിച്ചുവിടാം. ഒന്നുമില്ലേലും നീ നിന്റെ അച്ഛനുമൊക്കെ എന്റെ കോറിയിൽ ഒരുപാട് നാൾ പണിയെടുത്തതല്ലേ. അത് പിന്നെ കട്ടിപ്പണി ആയണ്ട സാറേ ഞാനത് വേണ്ടാന്ന് വെച്ചത്. അത് വേണ്ടാന്ന് വെച്ചിട്ട് നീ ഇപ്പൊ കള്ളും കുടിച്ച് നടക്കല്ലേ. അതുകൊണ്ട് കുടുംബം നേരെ പോകൂടാ. സാറേ, കാശ് കുറച്ചധികം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഒരാളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാണ്. എടാ, നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്ന ജോലിയും അത് തന്നെയാടാ. എടാ, നീ ഒന്നും പറയാത്തെ? കൊട്ടേഷനൊക്കെ ഞാൻ ഏറ്റെടുക്കാം സാറേ. പക്ഷെ മാർക്കയൊന്നും തട്ടിക്കളയാൻ എൻ്റെ അടുത്ത് പറയല്ലേ. അതിനിവിടെയുള്ള കൊലകമ്പന്മാർ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. അതെനിക്കറിയാടാ. മാർക്കോയെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കാണും. അതിനി നമ്മുടെ കേരളത്തിന്റെ പുറത്തുനിന്ന് ആളെ വരുത്തിയേ പറ്റൂ. ഇവിടെ ഉള്ളവന്മാരെ കൊണ്ടൊന്നും മാർക്കോയോട് മുട്ടാൻ പറ്റില്ല. ഇപ്പോൾ ആരെയാ സാറേ ഞാൻ നോട്ടിടേണ്ടത്? എടാ, ഒരു കൊച്ചു കുഞ്ഞിനെയാ. ഏത് കുഞ്ഞിനെ? അത് പിന്നെ
ജനമേ, ഇന്ന് മോക്ക് ഒരു കുഴപ്പമില്ല. കുളിപ്പിച്ചപ്പോ പോലും അധികം കരഞ്ഞില്ല. അല്ലെങ്കിൽ ദേഹത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചില്ല. അതെന്താ മഹി അങ്ങനെ പറഞ്ഞത്? എന്നും ഇത്രയൊക്കെ കരയാറുള്ളൂ. ഞാനല്ലേ കുളിപ്പിക്കുന്നേ. എന്നാലും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിൻ്റെ ഒരു വശമൊക്കെ ഉണ്ട് മോളെ. അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിലവിളിക്കത്തില്ല. അത് ശരിയാ ലേഖേ. ദേ, ഇന്ന് എത്ര അനുസരണയോട് കൂടിയാ ഇവള് കിടക്കുന്നേ. അത് ലേഖയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എങ്കിലും ഉള്ളതുപോലെ പറയണ്ടേ ലേഖേ. ചിന്തരി ഭാവി ആ മോക്ക് ഞാൻ കുളിപ്പിക്കുന്നതൊന്നും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഇതുവരെ ലേഖയാ മോളെ കുളിപ്പിച്ചതും നോക്കിയതും ഒക്കെ. ആ, അങ്ങനെയുള്ളവർക്കേ മറ്റൊരാൾ വന്ന് ആ പണി ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ലേഖയ്ക്കേ നീലമോളെന്ന് വെച്ച ജീവനാ. എന്റെ പ്രസവം നടക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന്റെ ഓരോ ചലനവും നോക്കിക്കൊണ്ടിരുന്നത് ലേഖയാ. അത് മനസ്സിലായി. അതുകൊണ്ടാ മോക്കൊന്നും അങ്ങോട്ട് പിടിക്കാത്തത്. മോനായിരുന്നോ? വാ മോനെ. ഡാ മോനെ, ഞാൻ അമ്പലത്തിൽ പോയപ്പോ ജോൾസിനെ കൊണ്ട് കുഞ്ഞിന്റെ ഗൃഹനിലയൊക്കെ എടുപ്പിച്ചായിരുന്നു. അയ്യോ, ഇങ്ങനൊരു ഗൃഹനില അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. വീണ്ടും മെഡിക്കായിട്ട് നീലമോള് വളർന്നു വരുമെന്ന് അദ്ദേഹത്തിന് ഒരു സംശയമില്ല മോനെ. അങ്ങനെ തന്നെയാ മോളെ കണ്ടവരൊക്കെ പറയുന്നേ. ആ പിന്നെ ഓണം വരെയല്ലേ, ഇത് അമ്മയ്ക്കുള്ള ഓണക്കോടിയാ. അയ്യോ, എനിക്ക് ഒരുപാടുണ്ടല്ലോ മോനെ. എന്നാൽ ഇതുപോലൊന്നും ഉണ്ടാവില്ല. ആ ദേ, ഇത് നിനക്ക് ഉണ്ണിക്കുള്ള ഓണക്കോടിയാ. ഇത് നിനക്കുള്ള കുറച്ച് ഫ്രൂട്ട്സാ. നീ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്തൊക്കെ തെറ്റിയതുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണെന്നും അറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ശരീരം നന്നാക്കാൻ നോക്ക്. ഇവിടെ ഒരുത്തൻ കിടപ്പിലായത് നന്നായിന്നായിരിക്കും അവന്റെ വിചാരം. അതുകൊണ്ട് അവൻ ഇവളുടെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. സത്യം പറയാലോ, കണ്ണേട്ടന്റെ സ്വഭാവത്തിലെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും ഉണ്ണേട്ടന് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അതിന് നിന്റെ മനസ്സ് നന്നായിരിക്കണം. നിന്നെ പോലെ ചിന്തിക്കുന്ന ഒരുത്തിക്ക് അവനെ പോലെ ഒരുത്തനല്ലാതെ മറ്റാരെ കിട്ടാനാ? ഇവള് കൂടുതൽ സ്നേഹിക്കണ്ട കണ്ണ. ഇപ്പൊ തന്നെ ഇവളുടെ മനസ്സിൽ എന്തൊക്കെയാ ഓടിക്കൊണ്ടിരിക്കണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. എന്റെ അച്ഛനും അമ്മയായിട്ട് എനിക്ക് തന്നതൊക്കെ ഒറ്റയ്ക്ക് വെട്ടി വീഴണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. അതിന്റെ ഒരു പങ്ക് എല്ലാവർക്കും വീതിച്ച് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാ. എന്നാ ശ്വാസം മുട്ടി മരിക്കാൻ പോയ ഏട്ടനെ വീണ്ടും കൊല്ലം നോക്കിയവനാ ഉണ്ണി. അത് നിന്റെ അറിവോടെ. അങ്ങനെയുള്ളവൻ ഇനി സാധാരണ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ വീടിനകത്ത് അടയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് നല്ലൊരു ഭാവി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീയും അതിന് അനുവദിക്കരുത്. അവനൊരു സിവിൽ എഞ്ചിനീയർ അല്ലേ, ജോലി തേടി പോട്ടെ, അധ്വാനിച്ച് ജീവിക്കട്ടെ. നിന്നെ നിന്റെ കുഞ്ഞിനെ നോക്കട്ടെ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൊല്ലാൻ നോക്കുന്ന അവൻ ഇനി ജോലി ചെയ്യാതെ ജീവിക്കണ്ട. അത് നല്ല കാര്യമാടാ മോനെ. നിന്റെ തണലിൽ ജീവിക്കുമ്പോ ഒരു കുടുംബം നോക്കണമെന്ന ചിന്ത അവന് ഉണ്ടാവില്ല. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അവനിനി ദേഹം അനങ്ങിയൊന്ന് പണിയെടുക്കട്ടെ. ആ മോനെ, അവനുള്ള ഓടക്കൊടി ഉണ്ടോടാ? അതിൽ അവനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എന്നെ കൊണ്ട് കൊടുക്കടി.
സ്നേഹത്തോടെ കരഞ്ഞു നിന്റെ കാല് പിടിച്ച മനസ്സലിയുന്ന സ്വഭാവം നിന്റേത്. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞതുണ്ടല്ലോ, അത് അതേപടി നടത്തണം. അവനിപ്പോ 10-27 വയസ്സായി. ഇനി ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോവാ. ഇനിയെങ്കിലും ഭാവിയെ പറ്റി ചിന്തിക്കണം മോനെ. അതുകൊണ്ട് ഇനി മാസാമാസം അവന് കൊടുക്കുന്ന പൈസ പോലും ഇനി അവന് കൊടുക്കാൻ പാടില്ല. അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന് വില ഉണ്ടാവുള്ളൂ കണ്ണ. ആരാടാ? മോളെ. ആ എടുക്കെടുക്ക് എടുക്ക്, എന്നിട്ട് ഉള്ളത് വാങ്ങിച്ചോ. ഹലോ മോളെ. എനിക്ക് അയാൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി തന്നു, പിന്നെ ഓണക്കൊടിയും തന്നു. അതില് തെറ്റൊന്നുമില്ലല്ലോ മോളെ. മോളുടെ കെട്ടിയോൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ അതൊക്കെ ചെയ്യണ്ടേ? വേണ്ട, എന്റെ ഭർത്താവ് എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ലെങ്കിലും അയാളുടെ ഏട്ടന്റെ ഒരു സൗജന്യവും എനിക്ക് ആവശ്യമില്ല. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ എന്റെ അമ്മായിയമ്മയുടെ വക കുത്തുവാക്കുകളും. എല്ലാം അവസാനിക്കും മോളെ. ഈ തിരുവോണം നമ്മുടെതാ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദുരന്തങ്ങൾ ഇത്തവണ നമ്മുടെ ശത്രുക്കളെ തേടി വന്നിരിക്കും. ഇത് അച്ഛൻ മോക്ക് തരുന്ന ഉറപ്പാ. അതുവരെ മോള് എല്ലാരെയും സ്നേഹിച്ചങ്ങ് അഭിനയിക്കേ, നന്നായിട്ടങ്ങ് നടിക്കേ. ഇതുപോലെയുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട് നിനക്കങ്ങ് ജയിലിലോട്ട് പോകാം. പിന്നെ കൊച്ചിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കുന്നത് ഞാനായിരിക്കും. ഒട്ടുപാറ ദിനേശൻ എന്ന ഗുണ്ട വലിയ കുഴപ്പക്കാരനല്ലമ്മേ. അവൻ വിട്ടവനാ നമ്മളെയൊക്കെ തേച്ചു കളഞ്ഞത്. ഓ, ഒരു ഒട്ടുപാല ദിനേശൻ. എന്നാലും ആ കള്ളസ്വാമി കൊച്ചിന്റെ മുഖത്ത് പനിനീര് കുടഞ്ഞപ്പോ അവനുണ്ടായ അവസ്ഥ ഏതായാലും നമുക്കുണ്ടാകാതിരുന്ന നന്നായി. അവന്റെ വയറ് കത്തിന്നല്ലടാ പറഞ്ഞ്. അത് ശരിയായിരിക്കോ? കുഞ്ഞു വെള്ളം കുടിക്കുമ്പോ വെള്ളം വയറ്റിനകത്ത് കിടന്ന് ചൂടാകുന്നതേ മറ്റുള്ളവരുടെയാ. ലക്ഷ്മി വിഷം കഴിച്ചിട്ട് മരിക്കാത്ത കുഞ്ഞാ. എന്ന് വെച്ചാ ലക്ഷ്മി ഒരു പെൺമൂർഖനാണെങ്കിൽ ജനിച്ചിരിക്കുന്നതേ ഒരു രാജവമ്പാലയാ, പെൺ രാജവമ്പാല. നമ്മള് എതിരാളികളെ ഇങ്ങനെ ഭയക്കുമ്പോഴാ നമ്മുടെ ധൈര്യം ചോർന്നു പോണേ. എടാ പ്രതാപ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഉള്ള ഗുണ്ടകളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ ഒരു വിഷപ്പാമ്പിനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റരുത്. ആ മാർക്കോയെ അവനും അവന്റെ ഗുണ്ടകളും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ പെണ്ണുങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. പക്ഷേ എന്റെ കൺമുന്നിലിട്ട് നിന്നെ പഞ്ചറാക്കി കളയും, നിന്റെ കാറ്റൂരി വിടും. അവനെ ഭയക്കാത്ത ഒരു ഒറ്റ ഗുണ്ട പോലും ഈ നാട്ടിലില്ല. അതാ കുഴപ്പമായേ. ജയിലിലേക്ക് പോയപ്പോഴും ഞാൻ അന്വേഷിച്ചായിരുന്നമ്മേ, ആരെങ്കിലും അവനൊപ്പം നിൽക്കുന്നവരുണ്ടോന്ന്. അവിടെ കിടക്കുന്ന അവനെ അറിയാവുന്നവർക്കൊക്കെ അവനെ നല്ല പേടിയാ. ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ അവൻ ശക്തിയും ബുദ്ധിയുമുള്ള ഗുണ്ടയാണെന്ന്. നീയും വാമനും കൂടെ കോടതി കയറിയപ്പോ ഇവിടെ ഉണ്ടായതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവനൊന്ന് ആരെയും തല്ലാതെയും കൊല്ലാതെയാണ് കാര്യങ്ങൾ സാധിച്ചിട്ട് പോയത്. കണ്ണന് വേണ്ടിട്ടും മഹാലക്ഷ്മിക്ക് വേണ്ടിട്ടും അവൻ മരിക്കും. അങ്ങനെ ഒരു ഗുണ്ട നമുക്കില്ല. നീ പൈസ കൊടുക്കുന്നവരൊക്കെ അത് വാങ്ങി നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്, അവന്മാരുടെ ശരീരം നന്നാകുന്നുണ്ട്. പക്ഷേ പൈസ കൊടുക്കുന്ന നിനക്ക് മെച്ചമില്ലെന്ന് മാത്രമല്ല, എല്ലാത്തിന്റെ അവസാനം തല്ലും കൊള്ളുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നീ കള്ളസ്വാമിയെ വിട്ടത് നീയാണെന്ന് ആരും അറിയാത്തത് കൊണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് എന്റെ പൊന്നുമോനെ മാർക്കും എങ്ങാനും അറിഞ്ഞ നീ ജയിലിലേക്ക് പോകുന്നത് കൊണ്ട് ചിലപ്പം അവൻ നിന്നെ കൊല്ലത്തില്ലായിരിക്കും. പക്ഷേ തോമസ് സാറിന്റെ വീട്ടിൽ പോയി ചികിത്സിച്ചാലും രക്ഷപ്പെടാത്ത രീതിയിൽ നിന്റെ ശരീരത്തെ അവൻ ഉടച്ചു വാരും.
അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം കൂടെ അമ്മ പറയല്ലേ. പിന്നെ ഈ ഓണത്തിന് ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന നമ്മുടെ മോളുടെ മുഖം കാണണമെന്ന് അമ്മ പറഞ്ഞതോ? ആ ആ ആ ഞാനതൊക്കെ പറഞ്ഞതാ. അതിനു വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യണമെന്നാ ഞാൻ ഈ പറയുന്നത്. ലക്ഷ്മിയും കണ്ണനും കരയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ ആ ആവശ്യം നടത്തിയെടുക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിന്റെ നമ്മുടെയും ഭാവി തോലയ്ക്കരുതെന്നാ ഞാൻ നിന്നെ ഈ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മോ, എനിക്ക് വയ്യ. നീ ഇരിക്കുന്നില്ലേ? ഞാൻ ഇരുന്നോളാമേ. ആ മതി. അമ്മേ, നമ്മുടെ പ്രാരാബ്ദത്തെ പറ്റി അമ്മയ്ക്ക് അറിയാലോ. ഇതൊരു ചെറിയ വീടാണെങ്കിലും ഇതുപോലും ലോണിലാ. പിന്നെ അമ്മയുടെ മോനാണെങ്കിൽ ഒരുപാട് പലിശക്കാരെന്ന് പണവും വാങ്ങിയിട്ടുണ്ട്. ബാങ്കുകാരും പലിശക്കാരും കൂടി ഈ വീട്ടിലേക്ക് കയറി വന്നാ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയേണ്ടി വരും. അതെന്തിനാ എന്നോട് പറയുന്നേ? നീ ഇവനും കൂടെ ദൂർത്തടിച്ചല്ലേ പൈസ എല്ലാം കളഞ്ഞത്. അമ്മേ, നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ഒരാള് കുറച്ച് ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്.